NRC വരികയാണ്, വീണ്ടും വരികയാണ്. വലിയ വലിയ പ്രശ്നമാണ്. പറഞ്ഞതെല്ലാം നടപ്പാക്കി ഒരു സമൂഹത്തെ ലക്ഷ്യം വയ്ക്കുന്ന ശത്രു. അത് റമദാനിലാണ് അതിന് പരിഹാരം കാണേണ്ടത്. റമദാൻ നോമ്പ് നിർബന്ധമാക്കി അതേ മാസത്തിലാണ് ബദർ യുദ്ധവും നിർബന്ധമാക്കിയത്. ആദ്യത്തെ നോമ്പിൻ്റെ മാസത്തിൽ 17 നോമ്പ് പിടിച്ച് പട്ടിണിയായപ്പോൾ ആദ്യത്തെ നോമ്പ് യുദ്ധം നിർബന്ധമാക്കി. യുദ്ധം അനുവദിച്ചിരുന്നില്ല, അപ്പോൾ നിർബന്ധമാക്കി. എന്താണ് അതിനർത്ഥം? ഈ ഉമ്മത്ത് അറിയുന്നുണ്ടോ യഥാർത്ഥത്തിൽ ആത്മശക്തിയുടെ വീര്യം എത്ര വലുതാണെന്ന്? അവിടെ നാം വളരേണ്ടതിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന്? അതുയർന്നാൽ ഒരു NRC നമുക്ക് പ്രശ്നമാവില്ല. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. ഞാൻ ഉംറയ്ക്ക് കഴിഞ്ഞ ദിവസം പോയല്ലോ, നിങ്ങളുടെ അറിവോടും അനുമതിയോടും പോയപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്താണ്? അവിടെ ഏത് ഹോട്ടലിൽ കയറിയാലും, സന്തോഷത്തിന് വേണ്ടി ഒരു ഫുഡിന് കയറിയാലും, അവിടെ എല്ലാം വരുന്നത് ഇസ്രയേലിയുടെ പെപ്സിയാണ്. അവിടെ എല്ലാം വരുന്നത് ഭക്ഷണത്തിൻ്റെ പാക്കേജിൻ്റെ ഭാഗമായി കൊക്കക്കോളയാണ്. അതില്ലാതെ ആ അറബിക്ക് ഇരുപ്പുറയ്ക്കില്ല, അവനത് കുടിച്ചേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊല്ലാൻ, കൊലയ്ക്ക് കൊടുക്കാൻ ശത്രുവിന് ആയുധം കൊടുക്കുകയാണ്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണില്ല. ഇഷ്ടപ്പെട്ട അമേരിക്കക്കാരനാണ് അത് മേടിച്ച് കുടിക്കുക, തിന്നുക. ഏത് മുസ്ലിമാണിത് സൂക്ഷിക്കുന്നത്? പിടിച്ചാൽ കിട്ടാത്ത ഈ വർഗം, ഈ അനിയന്ത്രിതാവസ്ഥ കൊണ്ട് നാം എത്തിച്ചേരുന്നത് ശത്രുവിന് ആയുധം നൽകുന്നിടത്താണ്. എങ്ങനെ നാം വിജയിക്കാനാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടി റമദാനിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയിൽ വലിയ പുണ്യത്തിൻ്റെ നിറവിലായി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ശാന്തമായ ശുദ്ധമായ ശരീരവും മനസ്സുമായി അള്ളാഹു നമുക്ക് സംഗമിക്കാൻ അവസരം നൽകിയിരിക്കുകയാണ്. അള്ളാഹുവിന് നാം ശുക്ർ ചെയ്യുക. നമ്മുടെ അനന്തമായ ജീവിതയാത്രയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പരമോന്നതമായ ലക്ഷ്യം നേടാനുള്ള ആത്മാവിനെ എത്തേണ്ടിടത്തെത്തിക്കുക, അതിൻ്റെ പരിശുദ്ധി കളങ്കപ്പെടാതെ കാത്തു സൂക്ഷിക്കുക. അവിടെ നിന്നും ഇവിടെ നിന്നും നാനാഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന പൈശാചികമായ സമ്മർദ്ദങ്ങളെ, ശരീരത്തിൻ്റെ ഇച്ഛകളുടെ പ്രലോഭനങ്ങളെ മറികടന്നുകൊണ്ട് നന്മയുടെ, നേരിൻ്റെ, വിശുദ്ധിയുടെ, നീതിയുടെ, സത്യത്തിൻ്റെ പക്ഷത്ത് നമ്മെ അഥവാ നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുക എന്ന വലിയ ഭാരിച്ച ദൗത്യമേറ്റെടുത്ത് ജീവിതയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ഒരു സുവർണാവസരമാണ് നമ്മളെ ഒരിക്കൽ കൂടി ഒത്തുനോക്കാൻ, നമ്മുടെ ജീവിതത്തിൽ നാം ലക്ഷ്യത്തോട് അടുക്കുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കാൻ അള്ളാഹു നൽകിയിരിക്കുന്ന പരിശുദ്ധമായ ഈ സുവർണാവസരം. ഇന്ന് നമ്മുടെ പള്ളികളിലും വീടുകളിലുമെല്ലാം നമ്മുടെ കർമ്മങ്ങളിലുമൊക്കെ ഈമാനിൻ്റെ പുത്തൻ ഉണർവ് പരിശുദ്ധമായ റമദാൻ്റെ പേരിൽ നമ്മളിലെല്ലാം ഇന്ന് ദൃശ്യമാണ്. ഇന്ന് നമ്മുടെ വീടകങ്ങളിൽ ആത്മീയതയുടെ നിറവുണ്ട്. പലപ്പോഴും മൃഗീയതയുടെയും പൈശാചികതയുടെയും നിറവ് കൊണ്ട് നിറഞ്ഞു നിന്നിരുന്ന നമ്മുടെ ഭവനാന്തരീക്ഷങ്ങൾ, നമ്മുടെ പരിസരങ്ങൾ ഒക്കെ ഇന്ന് ആത്മീയതയുടെ നിറവ് കൊണ്ട് ധന്യമാണ്. നമ്മുടെ ചിന്തകളിൽ ഇന്ന് തിന്നാനും കുടിക്കാനും രമിക്കാനുമുള്ള കടന്ന അതിരുവിട്ട വാസനകൾക്കപ്പുറത്ത് അതിനെ അതിജീവിക്കാനുള്ള ആത്മപ്രേരണകളാൽ നമ്മുടെ മനസ്സിന്ന് വളരെ സജീവമാണ്. ആത്മീയതയുടെ നിറവിന്ന് നമ്മെ അടക്കി പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമുക്കെത്ര വേഗമാണ് ഈ മാറ്റം തന്നത്. ഇത് അള്ളാഹുവിൻ്റെ ഒരു പദ്ധതിയാണ്. അവൻ്റെ ദാസന്മാർക്ക്, അവനോട് അഭിമുഖമായ മനസ്സുമായി നിൽക്കുന്ന അവൻ്റെ അടിയാറുകൾക്ക് ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പാകപ്പെടാൻ പറ്റുന്ന വിധത്തിൽ ഇന്ന് ഭൗമാന്തരീക്ഷത്തെ അള്ളാഹു മാറ്റിത്തീർത്തിരിക്കുന്നു. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ തേടി നടക്കുന്ന നന്മയുടെ ഉപാസക, മുന്നോട്ടെന്ന് ആകാശത്ത് നിന്ന് മലക്കുകൾ വിളിച്ചു പറയുന്ന നാളുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആകാശം വിളിച്ചു പറയുന്നു, നന്മയുടെ ഉപാസക മുന്നോട്ട്, നീ വിജയവഴിയിലാണ്. വയാ ബാഗിയ ശർരി അദ്ബിർ, തിന്മയുടെ ഉപാസക, നന്മയെ മറന്ന് തിന്മയുടെ ഏതേത് വഴികളെയും സ്വന്തം ജഡത്തിൻ്റെ ഇച്ഛകൾക്ക് വേണ്ടി, പൈശാചികമായ മൃഗീയമായ പ്രേരണകൾക്ക് വശംവദനായി അതിനൊക്കെ അടിമപ്പെട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത മനുഷ്യ, അത് പുറകോട്ട് പോവുക എന്ന് ആകാശം വിളിച്ചു പറയും. മലക്കുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ ലോകം മുഴുവൻ അള്ളാഹുവിൻ്റെ 2 മലക്കുകൾ കറങ്ങി നടക്കുമെന്ന്
ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നാളുകളുടെ ആനുകൂല്യമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ മനസ്സിൽ കാണുന്നത് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീരത്തിൻ്റെ ഇച്ഛകളുടെ മേൽ ആത്മാവിനെ കുടിയിരുത്തി ആത്മാവിൻ്റെ ഇംഗിതങ്ങളെ ശരീരത്തിൻ്റെ ഇച്ഛകളുടെ മേൽ പ്രതിഷ്ഠിക്കാനുള്ള ജീവൻ മരണ പോരാട്ടത്തിലാണ് ഓരോ സത്യവിശ്വാസിയും. അതത്ര ചെറിയ പരിപാടിയല്ല, അതത്ര ചെറിയ പദ്ധതിയല്ല. കാരണം മനുഷ്യൻ്റെ മനസ്സും ശരീരവും ചേർത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് നമ്മുടെ ശരീരത്തെ മെരുക്കാനുള്ള പരിശീലനം ലഭിച്ചില്ലെങ്കിൽ നാം എത്ര കണ്ടി ലോകത്തെ പ്രാകൃതന്മാരായി, ക്രൂരന്മാരായി, പൈശാചികന്മാരായി, മൃഗീയന്മാരായി നമ്മൾ മാറുമെന്നുള്ളതിന് ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന നിറഞ്ഞു കാണുന്ന വാർത്തകൾ സാക്ഷിയാണ്. എത്ര കണ്ട് നമുക്ക് മലിനമാകാനാവുമെന്നതിന് അവിടെ നമ്മളതിനെ പിടിച്ചു കെട്ടുകയാണ്, നാം പരിശീലിക്കുകയാണ്, നാം നമ്മെ പരിശീലിപ്പിക്കുകയാണ്. നമ്മുടെ നന്മ ചോർന്നു പോയിട്ടില്ലെന്ന്. അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ശരീരവും അതുപോലെ തന്നെ മൃഗീയതയും അതുപോലെ മലക്കീയതയും ഇത് രണ്ടും നമ്മളിൽ അല്ലാഹു തന്നിട്ടുണ്ട്. മൃഗവാസനയുണ്ട് നമ്മളിൽ. മൃഗീയമായ വാസനയില്ലാത്ത ഒരു മനുഷ്യനുമില്ല. മൃഗത്തിൻ്റെ ഭക്ഷണം, മൃഗം പോലെ ഭക്ഷണം കഴിക്കുന്നവർ, മൃഗത്തെപ്പോലെ പാനം ചെയ്യുന്നവർ, മൃഗത്തെപ്പോലെ ഇണചേരുന്നവർ, മൃഗത്തെപ്പോലെ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മൃഗീയ വാസനകളുണ്ട്. പക്ഷേ ഒരു മൃഗത്തിനുമില്ലാത്ത ഒരാത്മീയ വാസന കൂടി നമുക്കുണ്ട്. ഇതാർക്കും നിഷേധിക്കാനാവാത്തതാണ്. ഈ മൃഗീയതയുള്ളപ്പോൾ തന്നെ ലോകത്തൊരു മൃഗത്തിനും അള്ളാഹുവിനെ കണ്ടെത്താൻ, അള്ളാഹുവിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളിൽ വ്യാപൃതരാകാൻ, ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ, ആ ലക്ഷ്യത്തിൻ്റെ വഴികളിൽ തൻ്റെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് അതിനുവേണ്ടി അധ്വാനിക്കാൻ ലോകത്ത് കോടാനുകൂടി മനുഷ്യർക്ക് സാധിക്കുന്നത് മൃഗീയതയെ അവർക്ക് തോൽപ്പിക്കാനാകുന്ന ഒരു പ്രകൃതം അള്ളാഹു അവൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഈ പ്രകൃതത്തെ കാണാതെയാണ് പലരും മൃഗമായി തന്നെ ജീവിച്ച് തീർക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ദുരന്തമാണ് ലോകത്ത്. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ മൃഗത്തെ തോൽപ്പിക്കണം, നമ്മുടെ മനുഷ്യത്വത്തെ ഉണർത്തണം. നമ്മുടെ ഉള്ളിൽ അള്ളാഹു തന്നിരിക്കുന്ന മൃഗീയതയുടെ വാസനകളും മലക്കിൻ്റെ വാസനകളും ഒരുപോലെ നമ്മളെ അലട്ടുന്നുണ്ട്. അതിൽ പരിശീലനം കൊണ്ടല്ലാതെ നമ്മൾ മലക്കാകരുത്. അള്ളാഹുവിൻ്റെ തീരുമാനം നമ്മളാരും മലക്കാകരുത്. വളരെ കൃത്യമായി ഞാൻ പറയുകയാണ്, നമ്മൾക്ക് മലക്കാകാൻ അവകാശമില്ല. അന്നം മാറ്റിവെക്കാൻ, പാനീയങ്ങളെ മാറ്റിവെക്കാൻ, ഭാര്യയോട് ബന്ധം പുലർത്താതെ ജീവിക്കാൻ, കുടുംബ ഉത്തരവാദിത്വങ്ങളെ, സാമൂഹികമായ ബാധ്യതകളെ തിരിച്ചറിഞ്ഞ് തൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഭാഗധേയം ഏറ്റെടുക്കാൻ, അതിൽ നിന്നും മാറി നിൽക്കാൻ ഒരു മനുഷ്യനും അവകാശമില്ല. അത്തരം സംസ്കാരങ്ങളെ, അത്തരം ദർശനങ്ങളെ അതിൻ്റെ അടിവേരിൽ അള്ളാഹുവിൻ്റെ മതം നിരാകരിക്കുകയാണ്. 2-3 സഹാബാക്കൾ ഒരിക്കൽ വന്നു, അള്ളാഹുവിൻ്റെ റസൂലില്ലായിരുന്നു, ആയിഷ ബീവിയുടെ അടുക്കൽ വന്നു. എന്നിട്ട് ചോദിച്ചു, എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു. 3-1 അള്ളാഹുവിൻ്റെ ആരാധനയ്ക്ക് മാറ്റിവെക്കും. ആദ്യ ഭാഗം തൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും. ഒരു ഭാഗം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉറങ്ങും. അത്രയേ ഉറക്കമുള്ളൂ, ഉറങ്ങാതിരിക്കുന്നില്ല. മനുഷ്യൻ്റെ ജൈവമായ ഈ വാസനയെ അവഗണിക്കുന്നില്ല, ഉറങ്ങുന്നുണ്ട്, ഭാര്യയെ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ അന്തസത്തയെ അവഗണിക്കുന്നില്ല. രാത്രിയുടെ 3-1 യാമത്തെ അള്ളാഹുവിൻ്റെ ആരാധനയ്ക്ക് മാറ്റിവെക്കുന്ന ആത്മീയതയുടെ പരമോന്നത പദം പ്രാപിച്ച മുഹമ്മദ് മുസ്തഫ, ഇതാണ് ലോകത്തെ മാറ്റിമറിച്ച മഹാമനീഷിയായി ഈ ലോകത്ത് ഇന്ന് നമ്മുടെ മാതൃകാ മന്നനായി വിരാജിക്കുന്നത്. ആത്മാവിനെ തൊട്ടറിഞ്ഞവർക്ക് മാത്രം സാധ്യമാകുന്ന അത്ഭുതങ്ങളിലൂടെ നടന്നു പോകണം നമ്മൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ എവിടെ, നമ്മളെവിടെ? മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ട റസൂലിന് ഇതൊക്കെ ധാരാളമാണ്. പക്ഷെ നമ്മുടെ കാര്യം അങ്ങനെയാണോ? അതുകൊണ്ട് ഞാനിനി എൻ്റെ ഭാര്യയുമായി ബന്ധത്തിനില്ല, ഞാനിനി രാത്രി ഉറങ്ങില്ല മറ്റൊരാൾ, ഞാൻ പകൽ മുഴുവൻ നോമ്പായിരിക്കും മറ്റൊരാൾ. അള്ളാഹുവിൻ്റെ റസൂൽ
വീട്ടിലെത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തോട് പറഞ്ഞു, നബിയെ, 3 ആളുകൾ അങ്ങയുടെ കർമ്മങ്ങൾ അന്വേഷിച്ചു വന്നു. അങ്ങയുടെ കർമ്മങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ തഖാല്ലൂഹ, അവർക്കത് കുറവായി തോന്നി. അവരിൽ ഒരാൾ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്തു, ഞാനിനി ഭാര്യയുമായി സമ്പർക്കത്തിനില്ലെന്ന്. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ രാത്രി ഉറങ്ങുകയേ ഇല്ല, ഇബാദത്ത് ചെയ്ത് കളയുമെന്ന്. മറ്റൊരാൾ പറഞ്ഞു, പകലെല്ലാം നോമ്പായിരിക്കുമെന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, അവരാരാണെന്ന് അന്വേഷിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ തഖ്വ ചെയ്യുന്ന ഭക്തൻ ഞാനാണ്. എന്നേക്കാൾ ഒരു വലിയ ഭക്തൻ നിങ്ങളിലില്ല. ഞാൻ വിവാഹം കഴിക്കുന്നു, ഭാര്യമാരോടൊത്ത് ചെയ്യിക്കുന്നു. ഞാൻ നോമ്പ് വയ്ക്കുന്നു, ഞാൻ നോമ്പ് വിടുന്നു. ഞാൻ രാത്രിയിൽ ഉറങ്ങുന്നു, രാത്രിയിൽ ഉണരുന്നു. എന്നെ പിൻപറ്റിയവറ്റാത്തവൻ, എന്നേക്കാൾ ഭക്തനാകാൻ ശ്രമിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മൾ മലക്കാകണ്ട. മലക്ക് ആകാനല്ല നമ്മളോട് പറയുന്നത്, മൃഗവുമാകരുത്. താഴെ എനിക്കെന്തും തിന്നണം, ഇഷ്ടമുള്ളതൊക്കെ തിന്നണം, തീറ്റ നിർത്തി വയ്ക്കാൻ എനിക്കാവില്ല. എനിക്ക് കുടിക്കണം, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കുടിക്കാതിരിക്കാൻ പറ്റില്ല. അത് മദ്യമാകട്ടെ, എന്തുമാകട്ടെ, ഞാൻ കുടിക്കും. മൃഗമാകരുത് നാം. ഞാൻ ഭോഗിക്കും, എനിക്ക് തരംതിരിവൊന്നുമില്ല. എൻ്റെ കൂടപ്പിറപ്പായാലും ശരി, ജന്മം നൽകിയതായാലും ശരി, എനിക്ക് ഇഷ്ടമാണ് എങ്കിൽ ആരോടും ഭോഗിക്കും എന്ന് പറയുന്ന മൃഗമാകരുത്. ഒരുത്തൻ അടുത്ത കാലത്ത് യൂട്യൂബിൽ വന്ന് പരസ്യമായി പറയുകയാണ്, ഞാൻ ഇതിനകം ഒരു 100 സ്ത്രീകളുമായെങ്കിലും അവിഹിത ബന്ധം പുലർത്തിയിട്ടുണ്ട്. ഈ പരിശുദ്ധ മജ്‌ലിസിൽ എനിക്ക് പറയാൻ നാണമാവുകയാണ്. എത്ര വൃത്തികെട്ട ജന്തുവാണ്. അങ്ങനെ ആകരുത്, മൃഗമാകരുത് നാം, മലക്കുമാകരുത്. പിന്നെ ആരാകണം? മനുഷ്യനാകണം നാം. മനുഷ്യനാരാണ്? ഇതിനും അതിനും ഇടയിലുള്ളതിൻ്റെ പേരാണ് മനുഷ്യൻ. മലക്കിൻ്റെ പ്രചോദനങ്ങളെ തിരിച്ചറിയണം. രാത്രിയിൽ ആരാധനയ്ക്ക് സമയം കണ്ടെത്തണം. പക്ഷേ രാത്രി ആരാധനയ്ക്ക് മാത്രമാക്കി മാറ്റി വയ്ക്കരുത്. ഭക്ഷണം കഴിക്കണം, കഴിക്കാത്ത മലക്കുകളെ പോലെ ആകരുത്. ഇണകളോട് സമ്പർക്കം പുലർത്തണം, ഭാര്യമാരോട്. അതില്ലാത്ത മലക്കുകളെ പോലെ ആകരുത്. പക്ഷേ ആ മലക്കുകളുടെ പ്രചോദനം നിന്നിലുണ്ട്, അത് നീ കാണാതെ പോകരുത്. അത് ഉൾക്കൊണ്ട് നിന്നെ മനുഷ്യനാക്കാൻ ആവശ്യമായ അളവിൽ നീ അതിനെ വിനിയോഗിക്കണം. ഇതാണ് നോമ്പ്. നമ്മളിൽ മനുഷ്യനിട്ടാതെ പോകുന്നത് അങ്ങനെയാണ്. ചിലർ മലക്കാകാൻ ശ്രമിച്ച് അമ്പെ പരാജയപ്പെടുന്നു. വേറെ ചിലർ മൃഗമാകാൻ ശ്രമിച്ച് അമ്പെ പരാജയപ്പെടുന്നു. ഇത് രണ്ടിനുമിടയിൽ ഒരു മനുഷ്യനെ ഉൽപ്പാദിപ്പിക്കുന്ന അത്ഭുതകരമായ ഒരു പദ്ധതി പടച്ച തമ്പുരാൻ തന്നേക്കുക. ഉപയോഗിച്ച് വിജയിക്കാൻ ഇഹവും പരവും. മനുഷ്യനാണ് സ്വർഗം, മലക്കുകൾക്കല്ല. മനുഷ്യനാണ് സ്വർഗം, മൃഗങ്ങൾക്കല്ല. കാരണം അവൻ അധ്വാനിച്ചവനാണ്. കാരണം അവന് ഒരുപാട് ഇച്ഛകൾ അവനെ മാടി വിളിക്കുമ്പോഴാണ്, ഒരുപാട് ഇച്ഛകൾ, മൃഗീയമായ മുഴുവൻ ഇച്ഛകളും അവനെ പ്രേരിപ്പിക്കുമ്പോഴാണ് അവൻ അതിൽ നിന്ന് അകന്നു നിന്ന് അവൻ്റെ ആത്മാവിൻ്റെ മലക്കീയമായ പ്രചോദനങ്ങളോട് ഒത്തു പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്. ലോകത്ത് മനുഷ്യനല്ലാത്ത വേറെ ഒരു ജീവിക്കും ഇന്ന് വരെ അത് സാധ്യമായിട്ടില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ എന്ന് പറയുന്നത് മലക്കല്ല എന്നും മൃഗമല്ലെന്നും ഞാൻ പറഞ്ഞത്. അതിനാണ് ഈ പരിശീലനം. പരിശീലനമില്ലാത്തവന് കുടിച്ചത് കുടിച്ചോണ്ടേയിരിക്കും, നിർത്താൻ പറ്റില്ല. എത്രയോ മദ്യപന്മാർ, അവർക്ക് ആ മദ്യപാനം ഒന്ന് നിർത്തണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടാണെന്ന് ആര് പറഞ്ഞു? തുറന്നു പറയുന്ന എത്രയോ പേർ ഞാനറിയും. ഞാൻ ജോലി ചെയ്തൊരു ഒരു മഹലിൽ കുടിച്ചില്ലെങ്കിൽ വീണു പോകുന്ന, വിറച്ച് വീണു പോകുന്നയാൾ, അയാളെ എൻ്റെ ഉറപ്പിൽ പലപ്പോഴും ആശുപത്രിയിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നിടത്ത് എൻ്റെ ഉറപ്പിൽ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഉറപ്പ് മാനിച്ചുകൊണ്ട് ചിലപ്പോൾ 10-40 ദിവസം പള്ളിയിൽ വരും, കുറച്ച് ദിവസം പള്ളി വരും. പക്ഷേ പിന്നെയും അയാൾ അതിലേക്ക് പോകും. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, സുബഹിക്ക് മുടങ്ങാതെ അയാൾ ചില ദിവസം പള്ളി വരും. ആഗ്രഹമുണ്ടാ മനുഷ്യന്. പക്ഷേ ശീലമാണ് മനുഷ്യനെ പാപിയാക്കുന്നതെന്ന വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതാണ് കുഴപ്പം. ശീലങ്ങൾക്കടിമയാണ്. ആർക്കാണ് കള്ളു കുടിച്ച് തന്നെ ജീവിക്കണമെന്ന് നിർബന്ധമുള്ളത്? കുടിച്ച് ശീലിച്ചു പോയി നിർത്താൻ പറ്റണില്ല. ആ പരിശീലനം അള്ളാഹു നമുക്ക് ഓരോ വർഷവും തരുന്നതിന് എത്ര നമ്മൾ നന്ദി പറയണം. വലി തഷ്കുറുല്ലാഹ അലാമാ ഹദാക്കും, ഈ വലിയ സന്മാർഗം നിങ്ങൾക്ക് തന്നതിന് നിങ്ങളുടെ റബ്ബിനോട് നന്ദി ചെയ്യാനാണ് നിങ്ങളുടെ റമദാൻ. ലി തുക്കബ്ബിറുല്ലാ, അള്ളാഹുവിന് തക്ബീർ ചൊല്ലണം. ഇങ്ങനെ അടിമപ്പെട്ടു പോകുമായിരുന്ന, കുടിച്ച് വിറച്ച് വീണു പോകുമായിരുന്ന നിങ്ങളെ കുടിക്കാതിരിക്കാൻ പഠിപ്പിച്ച മതമാണിത്. ഇതിനെത്ര നന്ദി പറയണം. ലഹരി ഉപയോഗിച്ച് MDMA
കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഒരു പയ്യൻ പറഞ്ഞു എം ഉപയോഗിക്കുക. എന്താടാ എം? അത് MDMA, അതിൻ്റെ ഷോർട്ടാണ് അത്രേ. എം ഉപയോഗിക്കാതിരിക്കാനാവാതെ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം തകർന്ന് മാതാപിതാക്കൾ കണ്ണീരും കയ്യുമായി കഴിയുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് യുവാക്കളെ അതിൽ നിന്ന് മാറി നിൽക്കാൻ പരിശീലിപ്പിക്കുന്ന പരിശുദ്ധ പവിത്രമായൊരു പദ്ധതിയാണിത്. അറിയുന്നുണ്ടോ അള്ളാഹു നമ്മെ എങ്ങനെയാണ് നാമാക്കി മാറ്റുന്നതെന്ന്? നമുക്ക് വേണ്ടി അള്ളാഹു എന്തുകൊണ്ടാണ് സ്വർഗം പണിത് വെച്ചിരിക്കുന്നതെന്ന് ഈ പദ്ധതിയോട് സമരസപ്പെടുന്നത് കൊണ്ടാണ്. അതിന് സാധിക്കണം നമുക്ക്. മനസ്സൊരു മുലക്കുട്ടി. മഹാനായ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി പറഞ്ഞു, അന്നഫ്സു കത്തിഫിലി ഇൻ തുഹമിൽഹു ശബ്ബ അലാ ഹുബ്ബിർ റളാഇ വഇൻ തുഫ്തിമുഹു യൻഫതിമി. മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് ഒരു മുലക്കുട്ടിയാണ്, മുല കുടിക്കുന്ന കുഞ്ഞിനെപ്പോലെയാണ്. മനസ്സൊരു മുലക്കുട്ടി, യൗവനം വരേക്കുമത് നിർത്തിടാ തടുക്കായികിൽ സ്തന്യനിപാനം. അത് സ്തന്യനിപാനം എന്ന് പറഞ്ഞാൽ മുല കുടിക്കുന്ന ശീലം ഒരു കുഞ്ഞിനെ തടുത്തില്ലെങ്കിൽ മുല കുടിച്ചുകൊണ്ടിരിക്കും. ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 5 വയസ്സ് വരെ എൻ്റെ ഉമ്മയുടെ മുല കുടിക്കുമായിരുന്നു, നിർത്തിയില്ലെങ്കിലുള്ള കുഴപ്പമതാ. മനസ്സിലായില്ലേ? നിർത്തിയില്ലെങ്കിൽ മനുഷ്യൻ അങ്ങനെയാണ്, പിടിച്ചു കെട്ടണം അവനെ, ഇല്ലെങ്കിൽ അവൻ മനുഷ്യനാവില്ല. ഈ പിടിച്ചു കെട്ടൽ എവിടെയാണുള്ളത്? ഇതിലൂടെ നമുക്ക് അല്ലാഹ് തന്ന എത്ര വലിയ നിഅമത്താണ്. ഇതിനെ നമ്മൾ അറിയണം, ഇതിനെ ഉപയോഗിക്കണം. നാം മനുഷ്യത്വത്തിൻ്റെ പരമോന്നത സീമകളിലേക്ക് ഉയരണം, വളരണം. അള്ളാഹുവിൻ്റെ പ്രിയഭാചനങ്ങളാകണം. മലക്കുകളോടാവണം നമ്മുടെ ചേർച്ച. നാളെ നാം മലക്കാവുകയല്ല, മലക്കുകളെക്കാൾ ഉയരും നമ്മൾ. ഉത്തമ മൂല്യങ്ങളാൽ ആത്മീയമായ ഔന്നത്യം കൊണ്ട് മലക്കുകളെക്കാൾ ഉയരും. അത് മനുഷ്യൻ തന്നെയാണ് എന്ന് നാം അറിയണം. മനസ്സൊരു മുലക്കുട്ടി, യൗവനം വരേക്കുമത് നിർത്തിടാ തടുക്കായികിൽ സ്തന്യനിപാനം. മറിച്ച പൂമ്പൈതലിനെ തന്ത്രപൂർവം തടയുകിൽ മതിയാക്കും വേഗത്തിൽ ആ ശീലമനൂനം. ഇമാം ബൂസരിയുടെ ബുർദയ്ക്ക് നമ്മുടെ എറണാകുളംകാരനായ AK ഹമീദ് സാഹിബ് എഴുതിയ മലയാള കാവ്യപരിഭാഷ അങ്ങനെയാണ്. മനസ്സൊരു മുലക്കുട്ടിയാണ്, യൗവനം വരേക്ക് അത് നിർത്തിടാ തടുക്കായികിൽ സ്തന്യനിപാനം. മുലകുടി നിർത്തൂല. ഏതെങ്കിലും കുഞ്ഞ് തന്നെ മുലകുടി നിർത്തിയിട്ടുണ്ടോ? ഉണ്ടോ? ആ മുലകളിൽ, മാതാവിൻ്റെ മുലകളിൽ എന്തെങ്കിലും വെറുപ്പുണ്ടാക്കുന്ന, കയ്പുണ്ടാക്കുന്നതൊന്ന് തടകി വെച്ച് കുടിക്കുമ്പോൾ വെറുപ്പ് സൃഷ്ടിച്ചുകൊണ്ടല്ലാതെ ഒരു കുഞ്ഞിൻ്റെ മുലകുടി നിർത്താൻ പറ്റില്ല. ഓരോ മനുഷ്യൻ്റെയും മനസ്സെങ്ങനെയാണ്? ഈ മനസ്സിനെയാണ് പരിശുദ്ധ റമദാനും നോമ്പും പാകപ്പെടുത്തുന്നത്. തിന്നാതിരിക്കാൻ, കുടിക്കാതിരിക്കാൻ, രമിക്കാതിരിക്കാൻ ഒക്കെയുള്ള ആ പാകത നമുക്ക് പടച്ച തമ്പുരാൻ ഉണ്ടാക്കി തരികയാണ്. മനുഷ്യത്വം പരമോന്നത പദം പ്രാപിച്ചത് ഇങ്ങനെയാണ്. അബൂബക്കർമാർ ജനിച്ചത് അവിടെയാണ്. ഉമറുൽ ഫാറൂഖുമാർ ഉദയം ചെയ്തത് അവിടെയാണ്. ഉസ്മാൻ അലിമാർ ഈ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചത് അവിടെയാണ്. ലോകത്ത് 10 വർഷം കൊണ്ട് മാത്രം ആട്ടിയോടിക്കപ്പെട്ട നാട്ടിലേക്ക് തിരിച്ചെത്തി അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പെനിൻസുലയുടെ ആധിപത്യം ഏറ്റെടുക്കാൻ മാത്രം ഒരു ജനതയെ പ്രാപ്തമാക്കി തീർത്തത് ഈ ഇച്ഛാശക്തിയാണ്. നമുക്കെന്തേ നഷ്ടപ്പെട്ടു? നമുക്ക് നഷ്ടപ്പെട്ടത് ഇച്ഛാശക്തിയാണ്. ഞാൻ ഉംറയ്ക്ക് കഴിഞ്ഞ ദിവസം പോയല്ലോ, നിങ്ങളുടെ അറിവോടും അനുമതിയോടും പോയപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്താണ്? അവിടെ ഏത് ഹോട്ടലിൽ കയറിയാലും, ആരെങ്കിലും ഒരു 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 സന്തോഷത്തിന് വേണ്ടി ഒരു ഫുഡിന് കയറിയാലും അവിടെയെല്ലാം വരുന്നത് ഇസ്രയേലിയുടെ പെപ്സിയാണ്. അവിടെയെല്ലാം വരുന്നത് ഭക്ഷണത്തിൻ്റെ പാക്കേജിൻ്റെ ഭാഗമായി കൊക്കക്കോളയാണ്. അതില്ലാതെ ആ അറബിക്ക് ഇരുപ്പുറയ്ക്കില്ല. അവനത് കുടിച്ചേ പറ്റൂ. നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ പറ്റണം. അങ്ങനെ നമ്മളെ കൊല്ലുന്ന 30,000 പേരെ കൊന്നവൻ്റെ പണം, നാം കുടിക്കുന്ന വെള്ളം, നമ്മുടെ ഡ്രിങ്ക്സ്, നമ്മുടെ സോപ്പ്, നമ്മുടെ ബ്രഷ്. ഞാനൊരു സോപ്പ് മേടിക്കാൻ വേണ്ടി ഇസ്രയേലിൻ്റെ മേടിക്കാൻ നോക്കിയപ്പോൾ എല്ലാ സോപ്പും അമേരിക്കയുടെ, ഇസ്രായേലിൻ്റെയാണ്. അവസാനം ഇന്ത്യൻ കമ്പനികളുടെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഞാൻ എൻ്റെ സുഹൃത്തിനോട് മേടിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊല്ലാൻ, കൊലയ്ക്ക് കൊടുക്കാൻ ശത്രുവിന് ആയുധം കൊടുക്കുകയാണ്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണില്ല. ഇഷ്ടപ്പെട്ട അമേരിക്കക്കാരൻ്റെ അത് മേടിച്ച് കുടിക്കുക, തിന്നുക. ഏത് മുസ്ലിമാണിത് സൂക്ഷിക്കുന്നത്? പിടിച്ചാൽ കിട്ടാത്ത ഈ വർഗം, ഈ അനിയന്ത്രിതാവസ്ഥ കൊണ്ട് നാം എത്തിച്ചേരുന്നത് ശത്രുവിന് ആയുധം നൽകുന്നിടത്താണ്. എങ്ങനെ നാം വിജയിക്കാനാണ്? നിയന്ത്രണം ശീലിക്കണം. അള്ളാഹു നമ്മുടെ നന്മകളെ ഉണർത്തി നന്മകൾക്ക് വേണ്ടിയുള്ള ഒരു ആവേശകരമായ ആഘോഷമാക്കി ഈ ജീവിതത്തെ ആത്മാവിൽ സന്തോഷം നിറച്ച് ആക്കി തീർക്കാൻ തന്ന നോമ്പിൽ
നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് നോമ്പ് തുറപ്പിക്കുക നമ്മുടെ സഹോദരങ്ങളെ എന്നുള്ളത്. ഞാനത് നിങ്ങളോട് പറയും, അത് പറയാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് തന്ന റമദാൻ ചാർട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിതിൽ മം ഫത്തറ ഫീഹി സായിമ, പലതും ചെയ്യണം. വെറുതെ ഇരുന്നിട്ട് റമദാനിൽ നമ്മൾ എന്തെങ്കിലും ആകുമെന്ന് കരുതണ്ട. മനസ്സ് തൊട്ടറിഞ്ഞ് വല്ലതും ചെയ്ത് സ്വയം പരിവർത്തനം ഉറപ്പാക്കുന്നവർക്കല്ലാതെ റമദാൻ കൊണ്ടൊന്നും നേടാനില്ല. അങ്ങനെ ഒരു സമൂഹത്തിനല്ലാതെ എന്തെങ്കിലും ശുഭപ്രതീക്ഷയ്ക്ക് വകയുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഒരുപാട് മാറ്റത്തിന് ശരീരവും മനസ്സും പാകപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, ഈമാനിക സഹോദരങ്ങളോട്, ഇത് നിലനിർത്തുക. എത്ര പേരാണ് ഉച്ചയ്ക്കുണ്ണാതെ ഈ പള്ളിയിൽ തന്നെ മത്തിയടിക്കിയതുപോലെ വന്ന് കിടന്നു കളയുന്നത്? പുറത്തു പോകുന്നില്ല, അവൻ കഴിക്കുന്നില്ല, ഇരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത്. ഈ നല്ല കാഴ്ചകൾ കാണാൻ, ഈ മത്സരം, നന്മകളിലെ മത്സരം കാണാൻ ആകാശം കൊതിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. കർമ്മം, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, നമ്മുടെ വിശ്വാസമല്ല നമ്മളെ രക്ഷിക്കുക, വിശ്വാസത്തിനനുസരിച്ച പ്രവർത്തനം വേണം. നല്ലതാണിതൊക്കെ, പക്ഷെ ഞാനിപ്പോൾ അത്രയൊന്നും ചെയ്യണില്ല, നോമ്പങ്ങ് വെച്ച് തരും. റസൂലുള്ള പ്രത്യേകം പറഞ്ഞതാണ്, മൻ ഫത്തറ ഫീഹി സായിമ, ഞാൻ ഇന്ന് ഒരാളെയെങ്കിലും നോമ്പ് തുറപ്പിക്കുമെന്ന് ആഗ്രഹിക്കാതെ എന്തിനാണ് നാം നോമ്പും വെച്ച് റമദാനിൽ പോകുന്നത്? അതുകൊണ്ട് അങ്ങനെ നോമ്പ് വെച്ചാൽ കാന മഗ്ഫിറത്തിൽ ലിദുനൂബി, അവൻ്റെ പാപത്തിനത് പൊറുപ്പാണ്. മുഹമ്മദ് റസൂലുള്ള, അത് പാപത്തിന് പൊറുപ്പായി മാറുമെന്ന്. പിന്നെ നരകത്തിൽ നിന്നത് മോചനവുമാകും. നമ്മൾ കാരണം ഒരാൾ നോമ്പ് തുറന്നാൽ എല്ലാവരും പങ്കുചേരണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇന്നത്തെ ഈ റമദാൻ്റെ പുണ്യം നിറഞ്ഞ സമയത്ത് അള്ളാഹുവിൻ്റെ പവിത്രമായ പള്ളിയിൽ ശുദ്ധിയുള്ള മനസ്സും ശരീരവുമായി സദഖ ചെയ്യൻ അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളുടെ ചെറിയൊരു പങ്ക് കൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ നോമ്പ് തുറക്കട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകാനലഹു മിസ്ലു അജ്രി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ഷൈഅ, അവൻ്റെ പ്രതിഫലത്തിൽ ഒരു കുറവും വരാതെ ഒരു നോമ്പിൻ്റെ കൂലി, ആ നോമ്പ് തുറന്നവൻ്റെ ഒക്കെ നോമ്പിൻ്റെ ഓരോ കൂലി ഇവന് കൊടുക്കും. അള്ളാഹ് എത്ര ഔദാര്യവാനാണ്. ഒരു നോമ്പ് തുറപ്പിച്ചതേ ഉള്ളൂ, എൻ്റെ നോമ്പിൽ കേടുണ്ടാകും, ചിലപ്പോൾ കബൂലായില്ലെന്ന് വരും, പക്ഷെ പൂർണ്ണമായ തികഞ്ഞ ഒരു നോമ്പ് തുറന്നവൻ്റെ ഒരു തികഞ്ഞ നോമ്പിൻ്റെ കൂലി നമുക്ക് തരും. 10 പേര് നോമ്പ് തുറന്നാലോ ഉറപ്പുള്ള 10 നോമ്പാ. നമ്മുടെ നോമ്പിന് ഉറപ്പൊന്നുമില്ല, കാരണം അതിനകത്ത് വീഴ്ച ഉണ്ടാവും. അതുകൊണ്ട് നോമ്പ് തുറപ്പിക്കലിന് അത്ര ഊന്നലുണ്ട് കേട്ടോ. കാരണം ഇത് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അപ്പോൾ കുൽന, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ, ലൈസ കുല്ലുന നജിദു മാ നുഫത്തിറു ബിസ്സായിം, ഞങ്ങൾക്ക് എല്ലാവർക്കും നോമ്പുകാരനെ തുറപ്പിക്കാനുള്ളതില്ലല്ലോ, നമ്മളെപ്പോലല്ല. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പേരെ നോമ്പ് ഉറപ്പിക്കാൻ പറ്റുന്നവരെ നമ്മളൊക്കെ. അന്ന് ഒരാളെ നോമ്പ് ഉറപ്പിക്കാൻ വകയില്ലാത്തവരെ സാധുക്കൾ, അവരോടാ ഇത് പറയണേ. പക്ഷെ അവർക്കറിയാം റസൂലുള്ളാഹി ഇത് പറഞ്ഞ ഇത് ചെയ്യാനുള്ളതാ, വിശ്വാസം കൊണ്ട് ചെയ്യൂല. ഇബ്ലീസിന് അറിയാമായിരുന്നു, ഖലഖതനി മിൻ നാരിൻ വ ഖലഖതഹു മിൻ തീൻ, അല്ലാഹേ നീ എന്നെ തീയിൽ നിന്ന് പടച്ചു, അവനെ മണ്ണിൽ നിന്ന് പടച്ചു. നീ ഖാലിഖാണെന്ന് ഇബ്ലീസിന് അറിയാം, വിശ്വസിച്ചു, അംഗീകരിച്ചു, പക്ഷേ അനുസരിച്ച് പ്രവർത്തിച്ചില്ല. അതാ ഇബ്ലീസിൻ്റെ കുഴപ്പം. വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല, വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നാൽ ഇബ്ലീസാകും. അതുകൊണ്ട് നോമ്പ് തുറ നല്ലതാ, വിശ്വസിച്ചു, അതിനനുസരിച്ച് പറ്റുന്ന പോലെ ചെയ്തില്ലെങ്കിൽ ഇബ്ലീസിയൻ സംസ്കാരത്തിലേക്ക് നാം മാറിപ്പോകും. ഞാനിത് വെറുതെ പറയുകയല്ലത്, ഇത് യാഥാർത്ഥ്യമല്ലേ. ഇബ്ലീസിന് അറിയില്ലായിരുന്നു അള്ളാഹു ഖാലിഖാന്ന്. അങ്ങനെ അവൻ സമ്മതിച്ചെന്ന് ഖുർആനിൽ പറയണില്ലേ. വിശ്വാസം വെച്ചോണ്ടിരുന്നാൽ പോരാ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി, അതിൻ്റെ പ്രാക്ടിക്കൽ കാണിക്കാൻ മാത്രമാണ് ദുനിയാവ്. പ്രാക്ടിക്കൽ കാണിക്കാൻ മാത്രമാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ജീവിതവും മരണവും സൃഷ്ടിച്ചിരിക്കുന്നത്. പലർക്കും വിശ്വാസമുണ്ട്, പലതും അനുസരിച്ച് പ്രവർത്തിക്കൂല. അല്ലാഹ് ഉണ്ട്, നിസ്കാരവും പറതൊക്കെയാണ്, പക്ഷെ നിസ്കരിക്കൂല. ഉണ്ടോ? വിശ്വാസം കൊണ്ട് കാര്യമുണ്ടോ? നിസ്കരിക്കൂല. നിസ്കാരം പറതാണെന്ന് അംഗീകരിച്ചോ നിസ്കരിക്കാത്തവരില്ലേ? അപ്പോൾ വിശ്വാസമല്ല കാര്യം, അതിനനുസരിച്ച് പ്രവർത്തിക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ. ആ പ്രവൃത്തി ഉറപ്പുവരുത്താനാണ് ദുനിയാവ് തന്നെ. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതെന്ന് കാണിക്കാൻ. ചില ആളുകൾ ചോദിക്കാറുണ്ട്, അള്ളാഹ്ക്കറിയില്ല നമ്മൾ എന്താ ചെയ്യുന്നതെന്ന്, അപ്പോൾ പിന്നെ ഈ പരീക്ഷണം എന്തിനാണെന്ന്. എന്താ ചെയ്യുന്നതെന്ന് വിശ്വാസമുണ്ട്, ശരിയാണെന്ന് അംഗീകരിക്കാം, പക്ഷെ ചെയ്യുമോ ചെയ്യൂല എന്നുള്ളതൊരു പരീക്ഷണം തന്നെയാണ്. സ്കരിക്കണമെന്നുണ്ട്, സ്കരിക്കൂല. കള്ള് കുടിക്കരുമെന്നുണ്ട്, കുടിക്കാതിരിക്കാൻ പറ്റൂല, അല്ലേ? അപ്പോൾ വിശ്വാസം ഒന്ന് വേറെ, പ്രവൃത്തി ഒന്ന് വേറെ. പ്രവൃത്തി നിരീക്ഷിക്കാനുള്ള ലോകമാണിത്. പ്രവൃത്തിയാണ് നമ്മുടെ വിജയത്തിനാധാരം. അത് വെച്ചാൽ വിശ്വാസം ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ അത് വെച്ചൊന്നും അള്ളാഹ് നമ്മളെ സഹായിക്കാൻ പോണില്ല. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഅ്തി ഹാദ സവാബ മൻ ഫത്തറ സായിമൻ അലാ മദഖത്തി ലബൻ. കൂട്ടരെ, സഹോദരങ്ങളെ, ഈ പ്രതിഫലം അള്ളാഹു കൊടുക്കുന്നത്
ഒരു കവിൾ പാല് കൊടുത്ത് നോമ്പ് തുറപ്പിച്ചവർക്ക് പോലുമാണ്. ഔ തമ്ര, അല്ലെങ്കിൽ ഒരു കാരയ്ക്ക കൊടുത്തിട്ട് തുറപ്പിച്ചവർക്ക് ഈ കൂലി തരും. ഔ ഷുർബത്തി മിമ്മാ, അല്ലെങ്കിൽ ഒരു റക്ക് വെള്ളം കൊടുത്തവർക്കും ഈ കൂലി തരുമെന്ന്. ഓക്കെ, അപ്പോൾ എത്ര അളവിൽ കൊടുത്തു എന്നല്ല പ്രശ്നം, കൊടുക്കാനുള്ള മനസ്സുണ്ടോ, ആ മനസ്സനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടോ. അപ്പോൾ ഈ നോമ്പ് തുറപ്പിക്കുക, ഇഫ്താർ എന്ന് പറയുന്ന ഈ പ്രബലമായ സുന്നത്ത്, അതിൽ ഞാൻ തുറന്നാൽ മാത്രം പോരാ, ഞാൻ തുറപ്പിക്കുക കൂടി ചെയ്യേണ്ടവനാണെന്നുള്ളതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഒരു മുസ്ലിമിനെങ്കിലും അവകാശമുണ്ടോ? ഒരാൾക്കെങ്കിലും അവകാശമുണ്ടോ? എല്ലാവരും തുറപ്പിക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹ് തൗഫീഖ് തരട്ടെ, നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതൊക്കെ നന്മകളാണ്. കൊച്ചു കൊച്ചു നന്മകൾ കൊണ്ട് നമ്മുടെ ജീവിതം നന്മ ആക്കി തീർക്കുന്ന ഒരു അത്ഭുതകരമായ പദ്ധതിയാണിത്. കൊച്ചു നന്മകൾ കൊണ്ടേ നമ്മുടെ ജീവിതം നന്മയാകുള്ളൂ. വലിയ നന്മയ്ക്ക് കാത്തിരുന്നാൽ മുഖ്യമന്ത്രിയായ ഞാൻ എല്ലാവരുടെയും പട്ടിണി മാറ്റും, മുഖ്യമന്ത്രിയായിട്ട് ആകൂല്ല, മാറ്റൂല്ല. അതേസമയം എൻ്റെ കയ്യിലുള്ള 10 രൂപ രാവിലെ വകയില്ലാത്തവന് ഒരു ചായയ്ക്ക് കൊടുക്കും എന്ന് ഞാൻ തീരുമാനിച്ചാൽ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റും. മുഖ്യമന്ത്രിയായിട്ട് പട്ടിണി മാറ്റാൻ കാത്തിരുന്ന ഒന്നും നടന്നു വരില്ല. മോഹിച്ച് നടക്കാന്നേ ഉള്ളൂ, പറഞ്ഞു നടക്കാന്നേ ഉള്ളൂ. അതുകൊണ്ട് വലിയ നന്മകൾക്ക് കാത്തിരിക്കുകയല്ല, ചെറിയ നന്മകളുടെ അവസരങ്ങളെ ഉപയോഗിക്കുകയാണ് ഒരു മുഅ്മിനിൻ്റെ പരിപാടി. അവൻ്റെ പരിസരം നന്മകളാൽ, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നാ പറയാറുള്ളത്. മുസ്ലിം ജീവിതം നന്മകളാൽ സമൃദ്ധം ആകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെയൊക്കെ ഒന്നായി വന്നാൽ ഈ പ്രായോഗികത കാണാനാണ്. നന്മ വർത്താനം പറഞ്ഞിരിക്കാനല്ല. നന്മ പ്രവർത്തിക്കുന്നുണ്ടോ? എൻ്റെ സമുദായം, എൻ്റെ ഇബാദ് നന്മയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ലോകം നിറയ്ക്കുന്നുണ്ടോ? ഇത് കാണാൻ കൊതിക്കുന്ന സമയത്തും പ്രഖ്യാപനം നടത്തി ഒളിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കാതെ നന്മ പ്രവർത്തിക്കുന്നത് പടച്ച തമ്പുരാനെ കാട്ടിക്കൊടുക്കണം ഈ മാസത്തിൽ. ഇപ്പോൾ നോക്കിയിട്ടുള്ള ഫയൽ പൂട്ടും അടുത്ത വർഷം വരേക്കുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ കാട്ടിക്കൊടുക്കണം, പ്രവർത്തിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഇത് നല്ല പരിശീലനമാണ്. ഏത് ദൗർബല്യങ്ങളിൽ നിന്നും മുക്തി നേടാം. മനസ്സൊരു മുലക്കുട്ടി എന്ന് പറഞ്ഞ മുലക്കുഞ്ഞിനെ പിന്തിരിപ്പിക്കുന്ന പോലെ, കുടിക്കരുതെന്ന് ആഗ്രഹമുള്ളവൻ കുടിക്കും. ബീഡി വലിക്കുന്നത് ശീലമാക്കിയ ഒരാൾക്ക് ബീഡി വലിക്കാൻ പറ്റില്ല. നോമ്പ് പിടിച്ചിട്ട് അവസാനം ബെക്കട്ടിൽ കിടക്കുന്ന സിഗരറ്റ് കൂടെ കണ്ടിട്ട് നോമ്പൊന്ന് തുറക്കട്ടെ തന്നെ ഞാൻ കാട്ടിത്തരാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ, മനസ്സിലായില്ലേ? ആ മാതിരി അതെടുത്ത് അങ്ങ് വായിലേക്ക് തിരികുകയാണ്. അതുവരെ ചെയ്ത ഒരുമാതിരി പിടിച്ചു നിൽപ്പ് അതല്ല, ഇതിനെതിരിലുള്ള ഒരു പ്രതിരോധം എനിക്ക് തീർക്കാൻ പറ്റണം. ഇത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഖുർആൻ മാത്രം പറഞ്ഞതല്ല, ലോകം പറയുന്നുണ്ട്. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പോയി മേടിക്കുക, കോസസ് ക്യാൻസർ എന്നാണ് ഇപ്പോൾ എഴുതി വയ്ക്കുന്നത്. ഒരിത്തിരി ക്യാൻസർ താന്ന് പറഞ്ഞ് പോയി മേടിക്കുന്ന മണ്ടന്മാരല്ലേ നമ്മൾ. ഇതൊന്നും നിർത്തിക്കൂടെ? മനസ്സൊരു മുലക്കുട്ടി നിർത്തിടാ തടുക്കായികിൽ യൗവനം വരേക്കും അത് സ്തന്യനിപാനം. നിർത്താതെ തടുക്കാതെ നിൽക്കില്ല ഈ ശീലങ്ങൾ. പാപങ്ങൾ രോഗമായി. ശീലമാണ് പാപമാകുന്നത്, പാപമാണ് രോഗമാകുന്നത്. ശീലമാണ് പാപം, പാപമാണ് രോഗം. അള്ളാഹു കാക്കുമാറാകട്ടെ. കാലിലൊരു മുള്ളു തറയ്ക്കുന്നത് പോലും ഒരു പാപം പൊറുക്കാനാണെന്ന്. ശീലമാണ് പാപം, പാപമാണ് രോഗം എന്നോർത്ത് വയ്ക്കുക. അതിൻ്റെ തിരുത്തൽ പദ്ധതിയാണിത്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി ഈ മാസത്തിലെ എല്ലാ പദ്ധതികളുമായി ഞാൻ പൂർണ്ണമായും പൊരുത്തപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഈ മാസത്തെ ഒന്ന് മാറ്റിവെച്ചാൽ നന്മകളുടെ ഒരു ലോകം പൂത്തുലയും. നന്മകളുടെ ഒരു ലോകം പൂത്തുലയും. ആ കൂട്ടായ്മകളിൽ ഒന്നിച്ചാണ് 200 കോടി ഒരുമിച്ച് നന്മ നിറയ്ക്കാൻ ലോകത്ത് ശ്രമിച്ചാൽ എന്ത് അത്ഭുതമാണ് സംഭവിക്കാൻ പോകുക. അതിന് നമുക്ക് ഈ അവസരം ഉപയോഗിക്കണം. അതുകൊണ്ട് ഈ മാസത്തിൽ വളരെ ശ്രദ്ധിക്കണം. സബർ, ക്ഷമയാണ്, സംയമനമാണ്, മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശീലമാണ്. അതിൻ്റെ പേരാണ് സബർ എന്ന് പറയുന്നത്. സംയമനാത്മകത. മനസ്സ് നിയന്ത്രിക്കണം. മനസ്സ് നിയന്ത്രിച്ചവനെ സ്വർഗമുള്ളൂ. കാരണം സ്വർഗം തെമ്മാടികൾക്കുള്ളതല്ല. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അവിടെ സലാമ് മാത്രം കേൾക്കേണ്ട ലോകമാണ്. അവിടെ ഉയരുന്ന ശബ്ദം അപസ്വരങ്ങളല്ല. അപസ്വരമില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ ഇവിടെ ആകുമോ? ഇന്നലെയും ഒരു കൂട്ടായ്മയിൽ വർത്തമാനം പറഞ്ഞപ്പോൾ ആളുകളുടെ ഒച്ച പൊങ്ങി. അപ്പുറത്ത് അതുപോലെ തിരിച്ചു ഒച്ച പൊങ്ങി. ഞാൻ അവരോട് പറഞ്ഞു, ഒച്ച പൊങ്ങല്ലേ, റമദാനല്ലേ, ഈമാനുള്ള സഹോദരങ്ങളായതുകൊണ്ട് പെട്ടെന്ന് താത്തി. സഹോദരങ്ങളെ, ഈ ശീലമാണ്. ഈ താഴ്ത്തിപ്പടിക്കൽ, ഈ ക്ഷമ, ഈ പിടിച്ചു കെട്ടാൻ പഠിക്കൽ, സ്വയം നിയന്ത്രിക്കാനുള്ള പഠിത്തം. ഈ പഠിത്തമാണ് റമദാൻ നമുക്ക് തരുന്നത്. അത് നമുക്ക് നന്മയേ തരൂ, ഒരു തിന്മയും നമുക്ക് തരില്ല. അതേസമയം നിയന്ത്രണ ശേഷിയില്ലായിക പൊട്ടിത്തെറി നമുക്ക് തിന്മയേ തരൂ, ഒരു നന്മയും കൊണ്ട് തരില്ല. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ജയിലിൽ കിടക്കുന്നത് ഒരു നിമിഷത്തെ പ്രകോപനത്തെ പിടിച്ചു കെട്ടാൻ കഴിയാത്തതിൻ്റെ പേരിലാണ്.
ഒരു മോഷണമായിരിക്കാം, ഒരു വ്യഭിചാരമായിരിക്കാം, ഒരു കൊലപാതകമായിരിക്കാം, ഒരു തല്ലുകേസായിരിക്കാം. ഒരു നിമിഷത്തെ പിടിച്ചു കെട്ടാൻ പഠിക്കുന്ന റമദാൻ, ശീലിച്ച റമദാൻ അല്ലെങ്കിൽ റമദാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, വഹുവ ഷഹ്റു സബർ, ഇത് ക്ഷമയുടെ മാസമാണ്. ഇതെന്തിൻ്റെ മാസമാണ്? ക്ഷമയുടെ മാസമാണ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ വേണ്ടി മാത്രമുള്ള. അപ്പോഴാണോ പൊട്ടിത്തെറിക്കുന്നത്? അപ്പോഴാണോ നമ്മൾ പ്രകോപിതരാകുന്നത്? ക്ഷമിക്കാനുള്ള, ആരോടും ക്ഷമിക്കാനുള്ള മാസമാണ്. ആരും എന്തും പറഞ്ഞോട്ടെ. ക്ഷമ ഒരു വലിയ പദ്ധതിയാണ്. ക്ഷമയ്ക്ക് വലിയ സമ്മാനങ്ങളുണ്ട്. യാക്കൂബ് അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഖാലബൽ സവ്വലത് ലക്കും അൻഫുസുക്കും അംറാ, സ്വന്തം സഹോദരനെ കിണറ്റി കൊണ്ടുപോയിട്ടിട്ട് വന്ന മക്കളോട് ഫസബുറുൻ ജമീൽ, നിങ്ങൾക്കെന്തോ ഒരു കാര്യം നല്ലതായി നിങ്ങളുടെ മനസ്സിൽ തോന്നിയിരിക്കുന്നു, അങ്ങനെ നിങ്ങൾ എന്തോ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ട് വന്നതാണ്, പക്ഷേ മക്കളാണ്, 4 തല്ല് കൊടുക്കാം. ഫസബുറുൻ ജമീൽ, നല്ല ക്ഷമയാണ്, ഞാൻ ക്ഷമിക്കുകയാണ്. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫുൻ, വേറെയും പറയുന്നുണ്ട്, അള്ളാഹു അവരെ അഹ്സല്ലാഹു യഅ്തിയനി ബിഹിം ജമീഅ, ഈ മക്കളെ എല്ലാം എൻ്റെ മുമ്പിൽ കൊണ്ടുതരാൻ എൻ്റെ അള്ളാഹ്ക്ക് കഴിയും. സബുറുൻ ജമീൽ, നല്ല ക്ഷമയുടെ സമ്മാനമാണ്. ഇതേ യാക്കൂബ് അലൈഹി സ്വലാം ആദ്യം പറയുന്നുണ്ട് ഫസബുറുൻ ജമീൽ. 2 ഇടത്താണ് അള്ളാഹു ഈ കഥ പറയുന്നിടത്ത് സബുറുൻ ജമീൽ. സബറെന്നല്ല, ക്ഷമയെന്നല്ല, നല്ല ക്ഷമ ശീലിക്കണം. ഒരു സഹോദരൻ എന്നോട് എപ്പോഴും പറയാറുണ്ട്, സാറേ ക്ഷമയില്ലാത്തതുകൊണ്ട് പ്രയാസമാണ്, വീട്ടിൽ ബുദ്ധിമുട്ട്. അള്ളാഹ് അദ്ദേഹത്തിന് ക്ഷമ കൊടുക്കട്ടെ. അദ്ദേഹത്തിന് വിഷമമുണ്ട്, പെട്ടെന്ന് പ്രകോപിതനാകുന്നതുകൊണ്ട് എല്ലായിടത്തും വീട്ടിൽ പ്രശ്നമാണെന്ന്. അള്ളാഹു ക്ഷമ തരട്ടെ. വലിയ മൂല്യമാണ് ഇത്. റമദാൻ തരില്ലേ? ഇതുണ്ടാക്കാനല്ലേ ഇതിനോട് സഹകരിച്ചൂടെ? അള്ളാഹു അല്ലേ ഇങ്ങനൊരു പദ്ധതി വയ്ക്കൂ. വേറെ ആർക്കെങ്കിലും ഇങ്ങനൊരു പദ്ധതി ഉണ്ടാക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് പറ്റുമോ? UN-നോ US-നോ പറ്റുമോ? ഇന്ദ്രപ്രസ്ഥത്തിന് പറ്റുമോ? കേരള ഗവൺമെൻറ്റിന് പറ്റുമോ? അതുകൊണ്ട് നാം സഹകരിച്ച് ഇത് പ്രയോജനപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഇബാദത്തിൻ്റെ, ദിക്റിൻ്റെ, ഖുർആൻ പാരായണത്തിൻ്റെ ആ സൗരഭ്യം ഒഴുകുന്ന ഒരു മാസമായി ആത്മീയതയുടെ നിറവുള്ളതോടെ, അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിൻ്റെ ശ്രുതിയും തൗബയുടെ തേങ്ങലുമൊക്കെ പള്ളിയിലും വീട്ടിലും നിറഞ്ഞു നിൽക്കട്ടെ. അതിനാണ് ഈ പരിശുദ്ധമായ റമദാൻ. അതുപോലെ അതോടൊപ്പം തന്നെ നോമ്പ് തുറയുടെ ആരവവും ഉയർന്നു വന്നോട്ടെ. തറാവീഹിൻ്റെ വെളിച്ചവും പ്രകാശവും പള്ളിയിൽ വഴിഞ്ഞൊഴുകട്ടെ. ആ നിലയിൽ ഒരു മാസമായി മാറുമ്പോൾ അള്ളാഹു നമ്മെ സ്വീകരിക്കും. അള്ളാഹു നമുക്ക് മാറ്റം തരും. അങ്ങനെ അമലിനെ ചെറുതായി കാണരുത്. ചില ആളുകൾ ഒരു രീതിയുണ്ട്, സാമൂഹിക സന്നദ്ധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആരാധനകളെ നിസ്സാരമായി കാണും. വേറെ ചില ആളുകളുണ്ട്, ആരാധനകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക, അവർ സാമൂഹികവും സാമ്പത്തികവും ശ്രദ്ധിക്കില്ല. ദീനിൻ്റെ പപ്പാതിക്കാരാണിവർ, ദീനിനെ പകുതിയാക്കിയവരാണ്. അവർക്ക് ലോകത്ത് നിന്ദ്യതയെ വരാനുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്, ദീനിനെ പകുതി എടുക്കുകയും പകുതി ഒഴിവാക്കുകയും ചെയ്തവരെ ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസിയും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ നിന്ദ്യതയല്ലാതെ നിങ്ങളെ വല്ലതും കാത്തിരിപ്പുണ്ടോ? അള്ളാഹു നമുക്ക് നല്ല നിലയിൽ പൂർണ്ണമായി ഈ പരിശുദ്ധമായ മാസത്തെ പ്രയോജനപ്പെടുത്തി. അവ്വലുഹു റഹ്മ, ഈ മാസത്തിൻ്റെ ആദ്യത്തത് റഹ്മത്തിന് മാറ്റിവെക്കപ്പെട്ടതാണ്. കാരുണ്യം, നമ്മുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞുപോയ കാരുണ്യം. സഹോദരനോട് ഇന്നലകളിൽ ഒരുമിച്ച് ഒറ്റപ്പായിൽ ഒരു പാത്രത്തിൽ ഉണ്ടുറങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മക്കൾ, സഹോദരനെ അതെല്ലാം മറന്ന് കരുണ ചോർന്നു പോയ, ഇന്ന് മുഖത്തോട് മുഖം നോക്കാത്ത, കാരുണ്യത്തിൻ്റെ ഉറവ പറ്റിപ്പോയ മനസ്സുകളിൽ കാരുണ്യം, നന്മ പ്രവർത്തനങ്ങൾ കൊണ്ട്, കാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് തിരിച്ചു കൊണ്ടുവരേണ്ട സമയമാണ്. ഉറവ പൊട്ടി ഒഴുകണം കാരുണ്യം. എങ്ങനെയാ? വെറുതെ വല്ലാഹി ഉണ്ടാവില്ല. കരുണയുടെ പ്രവർത്തികൾ ചെയ്തേ പറ്റൂ. ചിരിച്ച്, കൈകൊടുത്ത്, ആശ്ലേഷിച്ച്, സന്തോഷിച്ച്, ദാനം ചെയ്ത്, നോമ്പ് തുറപ്പിച്ച്, ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിച്ച്, പക മാറ്റിവെച്ച്, വെറുപ്പ് മാറ്റിവെച്ച്, പൊറുക്കുകയില്ല എന്ന മനസ്സ് മാറ്റിവെച്ച്, 10 ദിവസം അതിനു വേണ്ടി പ്രത്യേകം മാറ്റിവെക്കണമെന്ന്. ആരോടും പൊറുക്കും ഞാൻ ഈ 10 ദിവസത്തിൽ, എനിക്ക് പൊറുക്കായികയില്ല. റഹ്മത്ത് തിരിച്ചു കൊണ്ടുവരണം. റഹ്മത്ത് നമുക്കുണ്ടെങ്കിലേ റഹ്മത്ത് നമ്മളോടുള്ള കാണിക്കൂ. അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ, കരുണയുള്ളവരോട് പരമകാരുണികൻ കരുണ കാണിക്കും. ഇർഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. NRC വരികയാണ്, വീണ്ടും വരികയാണ്. വലിയ പ്രശ്നമാണ്. പറഞ്ഞതെല്ലാം നടപ്പാക്കി ഒരു സമൂഹത്തെ ലക്ഷ്യം വയ്ക്കുന്ന ശത്രു. അത് റമദാനിലാണ് അതിന് പരിഹാരം കാണേണ്ടത്.
റമദാൻ നോമ്പ് നിർബന്ധമാക്കിയ അതേ മാസത്തിലാണ് ബദർ യുദ്ധവും നിർബന്ധമാക്കിയത്. ആദ്യത്തെ നോമ്പിൻ്റെ മാസത്തിൽ 17 നോമ്പ് പിടിച്ച് പട്ടിണിയായപ്പോൾ ആദ്യത്തെ നോമ്പ് യുദ്ധം നിർബന്ധമാക്കി. യുദ്ധം അനുവദിച്ചിരുന്നില്ല, അപ്പോൾ നിർബന്ധമാക്കി. എന്താണ് അതിനർത്ഥം? ഈ ഉമ്മത്ത് അറിയുന്നുണ്ടോ യഥാർത്ഥത്തിൽ ആത്മശക്തിയുടെ വീര്യം എത്ര വലുതാണെന്ന്? അവിടെ നാം വളരേണ്ടതിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന്? അതുയർന്നാൽ ഒരു NRC നമുക്ക് പ്രശ്നമാവില്ല. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ആദ്യത്തെ 10 അവസാനിക്കുമ്പോൾ റഹ്മത്തിൻ്റെ 10ആണ്. റഹ്മത്ത്, കാരുണ്യം. എൻ്റെ മനസ്സിൽ ഒരു ദീനതയും ഒരു ദൈന്യതയും കണ്ടു നിൽക്കാൻ എനിക്കാവില്ല എന്നിടത്തേക്ക് നാം എത്തണം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ഒരു അമേരിക്കൻ സൈനികന് ഫലസ്തീനിയോട് തൻ്റെ രാജ്യം ചെയ്യുന്നത് കണ്ടു നിൽക്കാനാവാതെ ദേഹത്ത് മണ്ണെണ്ണയുടെ ക്യാൻ കൊണ്ട് ദേഹത്തൊഴിച്ചിട്ട് കത്തിച്ചാകുന്ന വിധത്തിലേക്ക് ഒരു മനുഷ്യൻ്റെ ആർദ്രത തിടം വെച്ച് വളരുന്ന ഒരു മനുഷ്യത്വമുണ്ട് ഇവിടെ. നമ്മുടെ മനസ്സ്, നമ്മൾ ഫലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, തുടി കൊട്ടണം. നമ്മുടെ ചുറ്റും നിൽക്കുന്ന ദൈന്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ മനസ്സ് ആർദ്രമാകണം. ഈ 10 ദിവസം കൊണ്ടതാകണം. ആയിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നെ രണ്ടാമത്തെ ഔസത്തുഹു മഗ്ഫിറ, രണ്ടാമത്തത് മഗ്ഫിറത്തിന് വേണ്ടി മാറ്റിവെക്കണം, പൊറുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾക്ക്. അത് ഇൻഷാ അല്ലാഹ് വിശദമായി പിന്നെ പറയാം. പാപമോചനത്തിൻ്റെ പരിപാടികൾ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നൊരു പറച്ചിൽ, അത് പറച്ചിലിനും പ്രാധാന്യമുണ്ട്, പറയുക തന്നെ വേണം. റസൂലുള്ളാഹി ആവർത്തിച്ച് പറഞ്ഞിരുന്നു, നാവിൽ പറയേണ്ട വാക്കുകൾ തത്തിക്കളിക്കണം. അത് തന്നെ വേണം. ഇസ്തിഗ്ഫാർ തത്തിക്കളിക്കണം. ആത്മാർത്ഥമായി പൊറുക്കണേ പടച്ചവനെ, പൊറുക്കണേ പടച്ചവനെ, പൊറുക്കണേ പടച്ചവനെ എന്ന് പറയണം. അസ്തഗ്ഫിറുല്ലാഹ്. വാക്ക് ഒന്നും പറയൊന്നും വേണ്ട, കുറെ ചെയ്താൽ മതിയൊന്നും കരുതരുത്. പറയണം, നല്ല ചിന്ത വേണം, നല്ല വാക്ക് വേണം, നല്ല പ്രവൃത്തി വേണം. മനോവാക്ക് വൃത്തികൾ ശുദ്ധമാകാനാണിത്. എല്ലാം ചേരണം. അതുകൊണ്ട് വസ്തഗ്ഫിറൂ ഫീഹി മിൻ 4 ഖിസാൽ, 4 കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം ഈ മാസത്തിൽ. എന്താണത്? ഖസ്ലത്തൈനി അല്ലത്തൈനി തുർളൂന ബിക്കുമാ റബ്ബക്കും, 2 കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്താം. എന്താണത്? ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. പറയുക. നിസ്കാരത്തിൽ ഓർമ്മിപ്പിച്ച് തരുന്നുള്ളൂ, നിസ്കാരം കഴിഞ്ഞിട്ട് ഓർമ്മിപ്പിക്കാനാണത്. അതുകൊണ്ട് നിർത്താനല്ല, അതൊരു തുടങ്ങാനാണ്. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഫ്രീ ടൈം മുഴുവൻ നാവിന് ഒഴിവുള്ള വേളകളിലെല്ലാം റമദാനിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. രണ്ടാമത്തത്, അള്ളാഹ്ക്ക് തൃപ്തിയുള്ളത് നീ പൊറുക്കൽ തേടുന്നത് കാണുമ്പോഴാണ്. പൊറുക്കൽ എത്ര ഇഷ്ടമാണെന്നുള്ളത് വലിയ കാര്യമാണ് അള്ളാഹ്ക്ക്. പാപിയായ ഒരു ദാസൻ പൊറുക്കൽ തേടുന്നതിനോട് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതൊന്നുമില്ല. റഹ്മത്തും മുദ്നിബത്തുൻ റബ്ബുൻ ഗഫൂർ, പാപം ചെയ്യുന്ന ഒരു ജനതയും പൊറുക്കുന്ന റബ്ബും. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാ പറയുക. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത 2 കാര്യങ്ങളും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ചേർത്തോണം. എന്താണ്? തസ്അലൂന അല്ലാഹൽ ജന്ന, സ്വർഗം ചോദിക്കണം. വതഊദൂന ബിഹി മിനന്നാർ, നരകത്തിൽ നിന്ന് അഭയം തേടണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. ഇത് വർദ്ധിപ്പിക്കാനാണ് റസൂലുള്ളാഹി പറഞ്ഞത്. പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന്. ഈ പറയൽ ദിക്റുകളിലും ചില ആളുകൾക്ക് ഒരു വലിയ താല്പര്യമൊന്നുമില്ല. പറഞ്ഞുകൊണ്ടിരിക്കണം. നിന്റെ നാവ് ദിക്റ് കൊണ്ട് എപ്പോഴും നനഞ്ഞതായിരിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ. പറയലും പ്രാധാന്യമുള്ളതാണ്. അല്ല നാവിൽ വേറെ ആയിരിക്കും കയറി വരുന്ന പറയാൻ. അള്ളാഹു ഈ നിലയിലെല്ലാം ഈ പുണ്യമാസത്തെ എത്ര അനുഗ്രഹീതം, എല്ലാ മനസ്സുകളും സംശുദ്ധമാകുന്ന, പരോപകാരത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യർ മത്സരപൂർവ്വം നെട്ടോട്ടമോടുന്ന ഈ പരിശുദ്ധമായ മാസത്തിലൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്, അള്ളാഹുവിൻ്റെ പ്രീതിയിലേക്ക് ഉയരുകയാണ്. റഹ്മത്ത് നമ്മുടെ ഉള്ളിൽ ഊറി നിറയുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾ മേൽ ചൊരിയാൻ നമ്മൾ പ്രാപ്തരാവുകയാണ്. പാപമോചനം കൊണ്ട് പരിശുദ്ധി നേടുകയാണ്. അതോടുകൂടി സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമാവുകയാണ്. അള്ളാഹു ആ തരത്തിലുള്ള പുണ്യമാസമായി ഈ മാസത്തെ പ്രയോജനപ്പെടുത്താൻ അള്ളാഹു നമുക്കെല്ലാം ഭാഗ്യം തരുമാറാകട്ടെ.